സ്വയം വേദനിപ്പിക്കുന്നത് വ്രണപ്പെടുത്തുന്നതൊക്കെ നിർത്തുക. നമ്മൾ നമ്മളെ തന്നെ സ്വയം വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വ്രണപ്പെടുത്തുമ്പോഴൊക്കെ നമ്മളുടെ ഊർജത്തെ ദുർബലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളോട് മറ്റുള്ളവരുടെ പെരുമാറ്റം, സമീപനം അതൊക്കെ നമ്മളെ അസ്വസ്ഥമാക്കാൻ അനുവദിക്കരുത്. ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ മാറുക. അതുപോലെ നമ്മളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പ്രശസ്തിയോ നമ്മളുടെ കഴിവുകളൊന്നും ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാതിരിക്കുക. നമ്മൾ തീർച്ചയായും നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് പ്രശസ്തി ഉണ്ടാവുക, നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതൊക്കെ വളരെ അത്യാവശ്യവും നിർണായകവും ഒക്കെ ആയ കാര്യങ്ങളാണ്. പക്ഷെ അതിലൊക്കെ നമുക്കൊരു നന്ദിയുള്ളവരാവുക. അത് നമ്മൾക്കൊരു അഹങ്കാരത്തിനുള്ളൊരു കാരണമാവാനോ അല്ലെങ്കിൽ അതൊരു ഈഗോ ആയിട്ട് വരാനോ ഒന്നും മനസ്സിനെ അനുവദിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് വീണ്ടും വിജയങ്ങളിലേക്ക് പോകാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ബലം ആണ്, അല്ലെങ്കിൽ അത് നമുക്കൊരു സ്വാതന്ത്ര്യമാണ് തരുന്നത്. മറ്റുള്ളവർ നമ്മളുടെ വിജയത്തിലൂടെ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ അവർ തിരിച്ചറിയുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് നമ്മൾക്ക് മുന്നോട്ടുള്ള നമ്മളുടെ വിജയത്തിലേക്കുള്ള ഒരു ഊർജമാണത്. അതുപോലെ നമ്മൾ എളിമയോടെയാണ് പെരുമാറേണ്ടത്. എളിമ നമ്മളെപ്പോഴും എളിമയോടെ നിലകൊള്ളുകയാണ് വേണ്ടത്. നമ്മളുടെ നമ്മളുടെ ശ്രദ്ധ, നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധ വേണ്ടത് എപ്പോഴാണ്? നമ്മളുടെ വിജയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്ഥിതിയോടെയൊക്കെ നമ്മൾ ആ ഒരു നിലപാടിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് കൂടുതൽ വിജയങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ നമുക്കൊരു പദവി, പ്രശസ്തിയൊക്കെ കിട്ടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഉയർന്നതാണ്, മറ്റുള്ളവരെക്കാൾ ഒരുപാട് ഉയർച്ചയിലാണ് എന്നുള്ള ആ ഒരു തോന്നലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ഉള്ളിൽ എളിമ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക. നമ്മൾ തീർച്ചയായും നമ്മൾ കുറച്ച് ഉയരത്തിലെത്തുമ്പോൾ തോന്നുന്നതാണ്, സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ മനസ്സിലൊക്കെ തോന്നുന്നതാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്നലേക്കാൾ മികച്ചവരായി ഇന്ന് മാറുക, നമ്മളുടെ പഴയതിനേക്കാൾ മികച്ചതാവുക എന്നതാണ്. അത് അങ്ങനെ ഒരു മാനസികതയിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ നമുക്കൊരു അഹങ്കാരത്തിനെയൊക്കെ നമുക്ക് ഒഴിച്ചു നിർത്താനൊക്കെ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ അപ്പോൾ നമ്മൾ തോറ്റു കൊടുക്കാറുണ്ട് അല്ലേ? നമുക്ക് ജയിക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ പോലും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒഴിഞ്ഞു കൊടുക്കും. എന്ന് വെച്ചിട്ട് നമ്മളെല്ലാ സമയത്തും നമ്മൾ തന്നെ വിജയിച്ചോളണമെന്നൊന്നുമില്ല, അല്ലല്ലോ. നമ്മളെക്കാൾ മികച്ചവർ, നമ്മളെക്കാൾ വേഗതയുള്ളവർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ പ്രായക്കുറവുള്ളവരൊക്കെ നമ്മളുടെ ഒപ്പം മത്സരിക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പരാജിതരാവാറുണ്ട്. നമ്മളുടെ മനസ്സിനെ അത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിനോട് പറയുക, എല്ലായ്പ്പോഴും നമ്മൾക്ക് വിജയിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് വെച്ചിട്ട് വിജയം എല്ലാവർക്കും ഇല്ലാത്തതുമല്ല, എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്നതാണ്. എങ്കിലും എല്ലാ സമയത്തും നമ്മൾക്ക് വിജയിക്കാൻ പറ്റില്ല. എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും അല്ലേ? ഒരുപാട് വിയോജിപ്പുകളുണ്ടാവും, യോജിപ്പുകളുണ്ടാവും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മളെല്ലാ കാര്യത്തിനോടും എല്ലായ്പ്പോഴും ഒന്നുമില്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളാണ് ശരി എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ശരികൾ നമ്മളുടെ ശരിയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി. ചിലപ്പോൾ നമ്മളത് അങ്ങനെ സമർത്ഥിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഇല്ലേ? നമ്മളാണ് ശരി, മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണെന്നുള്ള ആ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തും നമ്മൾ. അത് ചിലപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഓരോ ഇതാണ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ പ്രോബ്ലം കാരണമൊക്കെ നമ്മൾ ചിലപ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ്. എല്ലായ്പ്പോഴും നമുക്ക് വിജയം അസാധ്യമാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ വിചാരിച്ചു നമ്മളെപ്പോഴും ഒന്നാമനാവുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. എല്ലാവരും മനസ്സിലും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും ഒന്നാമനാവുക എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതാവില്ല. അപ്പോൾ നിയന്ത്രണത്തിലുള്ളതുണ്ട്, നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ മനസ്സിനോട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയുക. അതാണ് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ചില മനസ്സിൽ തോന്നുന്ന ഈഗോ, അഹങ്കാരം, അസൂയ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശമനം വരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ.